പറഞ്ഞു ഗൈസ്, ഇനി പറയണ്ട. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവ്. അപ്പൊ കുക്കുനൊരു ഇൻട്രോ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അവൻ തുടക്കം വെക്കണം. അപ്പൊ അപ്പു എന്തൊക്കെയായിരുന്നു ഇന്നലെ വരെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ലക്ഷ്മി തൂക്കുത്തര ഗൈസ്. ലക്ഷ്മി പോയി ഗൈസ്. വോട്ടിങ്ങിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ എങ്ങനെ ഗെയിം പ്ലേ കളിക്കുന്നു അതിനനുസരിച്ചാണ് ഇത് ചിന്തിക്കുന്നത്. അതെ, കുറച്ച് സ്വഭാവം കൂടി എങ്കിലേ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. പുറത്തിറങ്ങിയിട്ടും പറയാണ്, നെഗറ്റീവ് കൊണ്ട് മാത്രമാണല്ലോ ഇപ്പൊ നിങ്ങളിങ്ങനെ കുറ്റം പറയുന്നത്. പുറത്തിറങ്ങിയിട്ടും പറയാണ്, ഇവര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറയാണ്, ഞാനെപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണ്. ആദിലേനെ നൂറേനും വീട്ടിൽ കയറ്റില്ല. ഒരാളെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയാൻ മാത്രം ഒരു അല്ല. ഇവര് പറഞ്ഞു, ആദിലെ നൂറേം പറഞ്ഞു, ഞാൻ ലക്ഷ്മിയുടെ വീട്ടിലേക്കുണ്ട്. പറയണില്ലല്ലോ. പറയണ്ടോ? അതുകൊണ്ട് എനിക്ക് ഇഷ്ടല്ല ലക്ഷ്മിനെ. ലക്ഷ്മി പോയി. അവള് കേട്ടെ, അവള് പോകാനുള്ളത് തന്നെയാണ്. നേരത്തെ പോകേണ്ടതാണ്. അത് കഴിഞ്ഞ ആതിര പോയ നൂറ. നെവിന ഔട്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് പോവാൻ സാധ്യതയുണ്ട്. പിന്നെ അനീഷാണ് കൊണ്ടാവാൻ ചാൻസ്. എല്ലാവരും അനീഷിനെ പറയും. എന്റെ വീഡിയോ ആണോ? ഞാൻ വിചാരിച്ചു ലൈവാണെന്ന്. ഞാൻ അതാ വിചാരിച്ചു. അപ്പൊ അനീഷ് കൊണ്ടുപോയി കൊണ്ടുപോവും. അനീഷിനെ കൊണ്ടുപോകും. നോക്കാം. അനീഷ് രണ്ടാമത്, നമ്മുടെ അനുമോള് റണ്ണറപ്പ്. അല്ലേ? മഴ വരണ്ടോ തോന്നുന്നു. ഗൈസ്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ മുടിയൊക്കെ വെട്ടി ഇന്ന് സുന്ദരനായി വന്നിരിക്കും. അതിലൊന്നല്ല ഗൈസ്. ഇനി മുതൽ ആദിലിന്റെ കൂടെ. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാം കാണും. കൂടെ നീയോ? നൂറൊന്നുമില്ല ഗൈസ്. വെറുതെ ഇങ്ങനെ പൂവെന്ന് കാണുക. അടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിരുന്ന് കാണണം. അടിയിലാക്കണ ആൾക്കാർ അടിപൊളി. മാസ്, ഷാനവാസ്, അതിനൊക്കെ ചൊറിയന്. അക്ബർ ഔട്ടാ വരാൻ ചാൻസ്. പറയുമ്പോൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അല്ലേ? അത് മറന്നു. അക്ബർ നല്ല പാട്ടുകാരനാണ്. അവന് വേറെ ഭാവിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് സീനില്ല. പക്ഷെ അക്ബർ അത്രയ്ക്ക് കളിയൊന്നുമില്ല. ഇന്നലെ എന്താണ് ഒറ്റയ്ക്ക് കളിക്കണ കഴിയുമ്പോൾ പിന്നെ തുടങ്ങി. ഇന്നലത്തെ എപ്പിസോഡില് കണ്ടോ, ലാലേട്ടൻ വന്നിട്ട് ഔട്ടാകുമ്പോ ഇവര് ആദ്യം തന്നെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് ഗെയിം. സിംഗിൾ ഇത്ര പ്രാവശ്യം ഗ്രൂപ്പായിട്ടാണ് കളിച്ചാന്ന്. ഞാൻ ഇങ്ങനെ പിടിക്കേണ്ടി വരും. സിംഗിൾ പ്ലേയിങ് തുടങ്ങി. അതിൽ തന്നെ ഫസ്റ്റ് കിടിച്ചത് നമ്മുടെ നെവിനാണ്. ഇട്ട് പറയുന്നത് നെവിന്റെ പ്രൊഫഷൻ അങ്ങനെ, അത്ര പ്രൊഫഷൻ ആയതുകൊണ്ടാണ് ഇത്ര നെവിൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ നെവിന്റെ സ്റ്റുഡൻസിനെ അങ്ങനെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടാണ്. അതിന് പക്ഷെ 10 സെക്കൻഡിലുള്ള ബോള് ഇതാക്കി. ഓക്കെ ഗൈസ്. അപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് പോരട്ടെ. അത് ശരിയാണ് കേട്ടോ. അത് എന്നിട്ട് അവള് പറയാണ്, അത് ബോൾ ഇങ്ങനെ വരുമ്പോ പിടിക്കാനാണ് ഇത്ര ബോള്. പക്ഷെ അവൾ അത് കഴിഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാകത്തോണ്ട് അവള് പാന്റ് ഇട്ടിട്ട് വന്നു ഗൈസ്. അതും ചെയ്യേണ്ട. അനുമോളുടെ ചെറുതായിട്ട് അനുമോളുടെ ഫാനാണ്. അതുകൊണ്ട് അവള് കളിക്കുന്നതൊക്കെ ഉണ്ട് ഗെയിം. പക്ഷെ അതല്ല, ഇപ്പൊ ലാലേട്ടൻ വേറെ ദിവസം ആള് സൈലന്റ് ആവും. ലാലേട്ടന്റെ ഒരു ചിരിച്ചിട്ടുള്ള വർത്താനം ലാലേട്ടൻ്റെ അടുത്ത് നല്ല ക്യൂട്ടായിട്ട് നല്ല ഇതിൽ സ്റ്റൈലാ പറയാ. അത് നേരെ തിരിച്ച് വീക്കെൻഡ് എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ അതുപോലെ നോർമൽ എപ്പിസോഡൊക്കെ വന്നു കഴിഞ്ഞാൽ തുടങ്ങും അനുമോളുടെ ദേഷ്യം. ഒരു കാര്യമുള്ളത് കടന്ന് ചൊറിയും. അത് നെവിൻ്റെ അന്ന് ബോള് എന്താ പാവക്കുട്ടീനെ നെവിൻ എടുത്തു വെച്ചാന്ന് അത്രേ. ഇന്നലത്തെ പ്രശ്നം അതാണ് അനുമോളായിട്ട്. അനുമോളും
അനുമോൾക്ക് ഒരു പാവ കിട്ടിയപ്പോ ബിഗ് ബോസിന് വന്നതിന്റെ ഒരു സന്തോഷം കൊണ്ട് ആ പാവ കൊണ്ടുപോയിട്ട് എടുത്തു വെച്ചിരുന്നു. അത് നെവിൻ കണ്ടിട്ട് നമ്മുടെ ക്യാപ്റ്റൻ അടുത്ത് പറഞ്ഞു കൊടുക്കും, സാബുമാനല്ലേ ഒരുപാട് വെറുതെ സത്യം പറഞ്ഞു. വർത്താനം നല്ല രസം. ഒരു ഇതില്ല, സ്റ്റേറ്റ്മെന്റ് പറയില്ല, കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതേമാതിരി അന്ന് ആര്യനും ഇവനും വിഷ്ണുത്രേ പറഞ്ഞ, ആര്യനും അക്ബറിനും വിഷ്ണു. അപ്പൊ രാത്രി പോയിട്ട് ഫുഡ് ഉണ്ടാക്കി ആൾക്കാർ കടന്ന ശേഷം ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഇത്. പക്ഷെ അനുമോള് പോയിട്ട് എന്നാ മുട്ട ഉണ്ടാക്കി തരാ പറഞ്ഞിട്ട് പോയി. പക്ഷെ നോക്കുമ്പോ അവർക്ക് അന്നത്തെ ദിവസം മറ്റേ മുട്ട ഉണ്ടാക്കണ അവർക്ക് ദോശ വേണം പറഞ്ഞു. നോക്കുമ്പോ ആട്ടമാവില്ല. അപ്പോൾ ആര്യം പറഞ്ഞു ജിസയിൽ കടലമാവും കൊണ്ട് ഉണ്ടാക്കും, എന്നിട്ട് കടലമാവ് ദോശ ഉണ്ടാക്കുക. അപ്പൊ ഉണ്ടാക്കുമ്പോ അവിടെ അടുത്ത് സാബുമാൻ ഉണ്ടായിരുന്നു. സാബുക്കുട്ടൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അത് എടുത്തോണ്ട് പോയപ്പോ ആദലിൽ നൂറേണി ഇത് അനുമോളടുത്ത് തെറ്റുണ്ട്, രാവിലെ ഇതേ സാധനം എടുക്കാൻ പാടാത്ത സാധനമാണ് കടലമാവ്. എടുത്തിട്ട് ആദിലി നൂറി ഉണ്ടാക്കിയപ്പോ അനുമോളത് ചീത്ത അറിഞ്ഞു. അതപ്പോ നെവിനങ്ങനെ മാന്തി തേച്ച് നെവിനും ഉണ്ട്. അപ്പൊ ഇവരെന്താ കാട്ടി, അനുമോള് സത്യം പറഞ്ഞാൽ 2 ദോശ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുത്തു, 2 ആൾക്കും ഓരോന്ന് കൊടുത്തു. എന്നിട്ട് ബാക്കി ദോശ കൊണ്ട് റൂമിക്ക് കൊടുക്കാൻ പോകുമ്പോ അവിടെ നിന്നായി അടി ഉണ്ടായി. അത് ഫുൾ അടി ഉണ്ടായിട്ട് അനുമോൾക്ക് ആ ദേഷ്യം കൊണ്ട് അനുമോള് ഒറ്റയ്ക്ക് അവിടെ നോക്കിയൊക്കെ സംഭവം സെറ്റായിരുന്നു. ഗോൾ പോസ്റ്റ് ഗോൾ പോസ്റ്റ് എവിടെ? അപ്പൊ ഇതിലാണ് ഇനി ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു? അനുമോളുടെ കേസ്. അനുമോള് പക്ഷെ അവൾക്ക് PR ഉള്ളതുകൊണ്ടാണ് ഇതുവരെ പോകുന്നത്. സനീഷിന് PR ഇല്ല തോന്നുന്നത്. പക്ഷെ അവനില്ലാതിരിക്കൂ അല്ലേ? നന്നായിട്ട് കളിക്കണത് നമ്മുടെ ആതിര കളിച്ചു. ആതിര കളിക്കണ്ട്. ആതിര ഗേൾസിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിമറാണ് ആതിര. ബോയ്സിൽ നോക്കുകയാണെങ്കിൽ നെവിനും ആര്യനുമാണ് ഇപ്പൊ നിക്കണത്. ഷാനവാസിന് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടന് വേണ്ടോളം കേട്ടിരുന്നു. അതിന്റെ ദേഷ്യം ഉണ്ട് ലാലേട്ടനോട് ഇത്തിരിയൊക്കെ. അതുവരെ ഷാനവാസ് ഒന്നിനുമില്ല, അത് മുങ്ങി നടക്കണം. അത് ആ ഫുള്ള് ആ എപ്പിസോഡാണ് കോളാക്കി അടിയുണ്ടാക്കിയ ശേഷം പിന്നെ ഇന്നലെ ലാലേട്ടൻ ചെറുത്ത ഷാനവാസ് ഇങ്ങനെ ഉണ്ടായിക്കണേ ഒന്നും പറയാനില്ല എന്തെങ്കിലും ചോദിച്ചു. അപ്പോൾ നമ്മുടെ ആൾക്ക് കുറച്ച് സങ്കടം. അപ്പൊ അതൊന്നും അല്ല, എടുക്കേണ്ടത് എടുത്തു, കളയേണ്ടത് കളഞ്ഞു പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടന്റെ അവതരണം ഒരു രക്ഷയില്ല അല്ലേ? ലാലേട്ടൻ എല്ലാവരെയും പറയുന്നുണ്ട്. അതെന്തായാലും ഇഷ്ടമായി ലാലേട്ട. ലാലേട്ടന്റെ ബിഗ് ഫാൻ. ലാലേട്ട എല്ലാരും ചീത്ത അറിയും, പക്ഷെ എന്നാ കൂടുതൽ നമ്മൾ അനുമോളോട് പ്രത്യേക ഇഷ്ടമാണ്. അന്നത്തെ ദിവസം വരികയാണെങ്കിൽ ഏത് ദിവസം അനുമോൾ എന്താ ലാലേട്ട എനിക്ക് കാണണം. എന്നിട്ട് അനുമോള് പറയുമ്പോ ഇങ്ങനെ താത്തക്ക് നോക്കി സംഭവം എന്തുണ്ടായി, അനുമോള് നല്ല കാര്യം ചെയ്തു കൊടുക്കാനേ പോയി. പക്ഷെ അവസാനം അനുമോൾക്കിട്ട് പണി കൊടുത്തിട്ട് ബാക്കി എല്ലാവരും പോയി. അതെ, ഓക്കെ. എന്തൊക്കെയാണ് ഒരു ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് ലക്ഷ്മി പോയി. ബാക്കി എത്ര പ്ലേയേഴ്സ് ഉള്ളു ഇപ്പൊ? 10 അല്ലേ? 10 പ്ലേയേഴ്സ് ഉള്ളു. പക്ഷെ നമ്മൾ അനീഷിന് ഒരു അടിപൊളി ഇത് കൊടുത്തിട്ടുണ്ടോ? ജയിലിന്റെ നോമിനേഷനിൽ അനീഷ് 5 വട്ടം വന്നു. അത് കഴിഞ്ഞ അനീഷിന് ജയിലില് വരാൻ വേണ്ടിയിട്ട് മാത്രം അത്ര അനീഷ് പറഞ്ഞോണ്ടിരിക്കണം. അതും പറയുന്നുണ്ട് ചിലവര്. അതിൽ തന്നെ ലക്ഷ്മി പറഞ്ഞു അത് പുറത്തിറങ്ങിയിട്ടുള്ള ടോക്ക് ഉണ്ടാവില്ലേ, അതിൽ അവള് പറഞ്ഞു. നോക്കുമ്പോ ഈ അനീഷ് ഇന്ന് എന്താ കാട്ടി, ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞാല് ഒരു അടിപൊളി സാധനം ഉണ്ട് പറഞ്ഞുതരാൻ. അനീഷിന് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. ജയിലിന്റെ ഇടയ്ക്ക് പോകാൻ പറഞ്ഞു. അനീഷിന് ഉദ്ഘാടനം ചെയ്തത് അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം പറഞ്ഞിട്ടുള്ള അനീഷിന് സങ്കടം വന്നു. അനീഷിന് നല്ല സങ്കടം വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ലക്ഷ്മി ഒന്ന് പറഞ്ഞു ഇതൊക്കെ ഗെയിമിൻ്റെതായിട്ട് കണ്ടാൽ മതി പറഞ്ഞിട്ട്. അപ്പൊ അനീഷ് ഒന്ന് പൊയ്ക്കാടുന്നു എന്നുള്ള ഭാവത്തിൽ പോയെന്ന്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഓൺസ്പോട്ട് പറഞ്ഞു അനീഷ് അത് ഗെയിമിന്റെ പ്ലാനാണ്, അതൊക്കെ വീട്ടിൽ കയറിട്ട് ആക്കി. അനീഷ് ഒരു കാര്യത്തിൽ പിടിച്ച് അത് വീട്ടില്ല പറഞ്ഞുകൊണ്ട് അത് എങ്ങനെയാണ് എന്താണ് ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് ഇങ്ങനെ. പിന്നെയാണ് അനീഷ് അങ്ങോട്ട് പോയിട്ട് ആ ജയിലിന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നത് എന്താ ബിഗ് ബോസ് ഞാൻ തന്നെ എങ്ങനെ ആവണത്, അടുത്ത പ്രാവശ്യം മാറ്റി ബിഗ് ബോസ്. സംഭവം ഈ അനീഷ് സത്യം പറഞ്ഞാൽ അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. പ്രശ്നം ഉണ്ടാക്കണ വേറെവരുണ്ട്. നമ്മുടെ ആര്യല്ലേ ഗൈസ് കള്ളത്തന്റെ ആശാനാണ്.
നമ്മുടെ മറ്റേ കോയിന്റെ എടുക്കൽ മത്സരത്തില് ആദിലേക്ക് ഒന്ന് പണി കിട്ടി എല്ലോ ഇതില് മായ്ച്ചിട്ട് സ്ക്രാച്ച് ചെയ്യണ്ടായാലും മായ്ച്ചിട്ട് അത് കണ്ടപ്പോ ആരും കേട്ടെ ആരുള്ള ആ 4 ഉണ്ട് തോന്നുന്നു ആ യെല്ലോ കാർഡൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടു. അത് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു ആരും പുറത്തെടുക്കാൻ പറഞ്ഞപ്പോൾ അത് ഒന്നും അറിയാത്ത മായാണ് ചെയ്തു. അതിന് നോമിനേഷനാണ് അവൻ വന്നത്. അങ്ങനെ ഓരോ നോമിനേഷനിൽ അവൻ വന്നിട്ടുണ്ട്. നന്നല്ല കേട്ടോ ആര്യൻ്റെ കളി. ഇപ്പൊ ബോറാണ്, കള്ളത്തരാണ്, ഫുള്ള് കള്ളത്തരാണ്. കള്ളത്തരങ്ങൾ പറ്റുന്ന കളികളും ഉണ്ടായില്ലേ? അതിന്റെ പറയണ്ടല്ലോ ഈ ആ പാവക്കുട്ടീനെ എടുക്കുമ്പോ പക്ഷെ അനുമോള് പറയണത് ഞാൻ ആരും എടുക്കാൻ പോയിട്ടില്ല, പെഞ്ച് എടുക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഇല്ല. അത് ഇതിപ്പോ ഈ അനുമോളുടെ പോയെങ്കിൽ അനുമോൾ അങ്ങോട്ട് പോയിട്ട് അവൻ്റെ എടുക്കണായിരുന്നു. അത് എടുത്തില്ലാണ്ട് കടന്നു പോങ്ങി. ചാച്ചു പറയടാ. അപ്പൊ ഇന്നത്തെ ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇടാം. പറയാ.